ഓ തണുത്ത് വിറച്ച് പരവച്ചിരിക്കുകയാണ് ഗായ്സ്. ഗൈസ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കം കണ്ട വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ രാവിലത്തെ ഒരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളും ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ വെളിയിലത്തെ വ്യൂ. അപ്പോൾ ഞാൻ ഹോട്ടലും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ റൂം ഏറ്റവും താഴെയായിരുന്നു, കാരണം മുകളിലെല്ലാം ബുക്കിംഗ് ആയിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാ റൂമും ഇങ്ങനെ ഓരോ ബ്ലോക്കായിട്ടാണ്, ഒരു ബ്ലോക്കിൽ 2 സൈഡിൽ റൂമായിട്ടാണ് വരുന്നത്. ഇതുപോലെ കല്ലുള്ള വശത്തോടെ ഇങ്ങനെ കയറി നടപ്പാതെയൊക്കെ, കല്ല് വിരിച്ച നടപ്പാതെയൊക്കെയാണ് അതുവഴി ഇങ്ങനെ കയറി മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഓരോ ബ്ലോക്ക് റൂംസാണ്. ഇവിടുത്തെ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്, നല്ല പീസ്ഫുൾ സെറ്റപ്പ്. ഇതും റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇരിക്കാനായിട്ട് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂമൊക്കെ എടുക്കുന്നതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റൂംസ് പോയി ടൗണിലെടുക്കില്ല. ടൗണിലെടുത്ത് കഴിഞ്ഞാൽ മൊത്തം നോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ ഇതുപോലെ മൂന്നാർ ടൗൺ ഔട്ട് സൈഡ് ആണെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മൂന്നാർ വരുന്ന റൂംസ് എടുക്കുമ്പോൾ എപ്പോഴും ടൗണിന് ഔട്ട് സൈഡായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഡേ 2 റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്കത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 2 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ബാക്കി കാഴ്ചകളെല്ലാം. ഇനി ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാൻ പോകണം. യെസ്, ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഔട്ട് സൈഡ്. ഇവിടെയൊക്കെ ലോക്കൽസ് താമസിക്കുന്ന ഏരിയയാണ്. ഇപ്പുറത്തും ഒരു 5 സ്റ്റാർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലോട്ടാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 33 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പെട്രോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം, എന്നിട്ട് അങ്ങോട്ട് പോകണം. ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാറിലെ രാവിലെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തണുപ്പുള്ളൂ, പക്ഷെ രാത്രി ഒരു രക്ഷയില്ലായിരുന്നു. രാത്രി വെളുപ്പിനെയൊക്കെ ജാക്കറ്റ് ഇട്ട് കിടന്നിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് കിടന്നിട്ട് ഒന്നും പറ്റുന്നില്ല. അമാതിരി തണുപ്പായിരുന്നു രാത്രി. വെട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്
അവിടെ പിങ്ക് പോലീസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരുപാട് പോലീസുകാരൊക്കെ വഴിയിലുണ്ട്. ഇഷ്ടംപോലെ പോലീസ് വണ്ടികൾ കിടക്കുന്ന കാണാം. ഈ സമയമൊക്കെ ഇവിടെ തിരക്കില്ലാത്ത സമയമാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ഇവിടെ ഈ സൈഡൊക്കെ തിരക്ക് വന്ന് തുടങ്ങണമെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകും. 10 മണി തൊട്ട് രാത്രി വരെ ഈ സൈഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. കാറും കൊണ്ട് വരുന്നവരൊക്കെ പെടും ഇവിടെ ശരിക്കും. ബൈക്കിങ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഇടയിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോകും. കാറും കൊണ്ട് വരുന്നവർ ശരിക്കും പെടും. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു. ഇനിയും നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകും. നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. നല്ലൊരു പൈൻ കാട്. നമ്മളങ്ങനെ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അതെ, ഒരു പൊളി സ്ഥലമാണ് ഗുയിസ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒറ്റ റേഞ്ച് പോലും കിട്ടുന്നില്ല. Where is my sunglass? Sunglass ഇല്ല, സംസാരിക്കാനൊക്കത്തില്ല. നല്ല പച്ച കളറിലെ വെള്ളം, ചുറ്റും മരങ്ങൾ, നല്ല പച്ചപ്പ്, ബുള്ളറ്റ് കണ്ട. RR സ്ട്രീറ്റിനൊക്കെ ഓടിച്ച് നമ്മുടെ മെയിൻ റൈഡർ വരുന്നു. കൂയിക്കടാ. എക്കോ പോയിന്റ്. നമ്മളിപ്പോ എക്കോ പോയിന്റിൽ വന്നിട്ടുണ്ട്. അവിടെ കോട പോകുന്നുണ്ടോ? ഓ, എക്കോ പോയിന്റ് വന്ന് കൂവി തോപ്പിക്കുന്നു. ഇനി അവിടുന്ന് വേറെ കുരങ്ങന്മാരാണ്. പീസ്ഫുൾ ചില്ലിംഗ്. നല്ല ഐസ് പോലെ തണുത്ത വെള്ളമാണ് ഈ കിടക്കുന്നത്.
സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത കിടു വ്യൂ. ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം കോട മൂടി കിടക്കുവാണ്. കോട ഇങ്ങനെ നീങ്ങി നീങ്ങി കാറ്റിനനുസരിച്ച് മാറി മാറി പോകുന്നുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഫുള്ള് കോട മൂടിക്കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഭയങ്കര തണുപ്പ്. നമ്മളങ്ങനെ പതുക്കെ കോടയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ടോപ്പ് സ്റ്റേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. നമ്മളങ്ങനെ കയറി കയറി ഏറ്റവും മുകളിലെത്തി. ഇതുവഴി താഴോട്ട് ഇറങ്ങി പോകണം, പക്ഷെ അടച്ചിട്ടേക്കുവാണ്. കയറാൻ പറ്റുമെന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. വല്ലാത്ത ജാതി വൈബാണ്, ഒരു രക്ഷയില്ല. താഴോട്ടൊന്നും നോക്കി ഒന്നും കാണാൻ പോലും ഇല്ല, മൊത്തം കോട. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. എന്നിട്ടും വെയിലുമില്ല, ഒന്നുമില്ല. എന്തൊക്കെയായിരുന്നു, 10 മണിക്ക് വെയിൽ വരും. കയറാവോ? ഓക്കെ, നമുക്കപ്പം കയറാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് പോയേക്കാം. ഇറങ്ങാൻ സിമ്പിൾ, ഇത് വലിഞ്ഞു കയറാനാ പാട്. മതി. ഇറങ്ങാൻ അത്യാവശ്യം എളുപ്പമാണ്. ഇതെല്ലാം ഇനി തിരിച്ച് കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ്. ഇതിലൂടെയൊക്കെ സ്ലിപ്പാകാതിരിക്കാൻ വേണ്ടി മണ്ണ് കൊണ്ട് തന്നെ വെട്ടി സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കല്ലും വലിയ മുളയുടെ കമ്പൊക്കെ വെച്ച് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ മല കയറിയും ഇറങ്ങിയും മെയിൻ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്, ടോപ്പ് സ്റ്റേഷൻ. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ മൂന്നാർ ഫുള്ള് കാണാം, പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു നല്ല കാറ്റടിച്ചിരുന്നെങ്കിൽ ഈ കോടയെല്ലാം ഒന്ന് മാറി കിട്ടിയാനെ.
ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.